ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്വാഗതം ചെയ്യാൻ ഇവിടെ 2 പേരിരിക്കുന്നുണ്ട് കേട്ടോ. ഇവരും ഇവിടുത്തെ അന്തേവാസികൾ തന്നെയാണ്. ഇവർക്ക് ഒരു കൂടൊക്കെ കൂട്ടി ഈ 2 കിളികളുണ്ട് കേട്ടോ. ഇവർ 2 പേരല്ല, ഇത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വേറെ ആയിരുന്നു. അവരിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളാണിത്. ഇനി ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയിട്ട് ഇവർ കൂട്ടിൽ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കും നമ്മളെപ്പോലെ തന്നെ ആട്ടോ, ചൂടൊട്ടും സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവർ കൂട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിരിക്കണതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇച്ചിരി കാറ്റ് കിട്ടണ സ്ഥലം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് അവർ കറക്റ്റായിട്ട് അവിടെ തന്നെ, എൻ്റെ അഴയാട്ടോ അത്, തുണി ഇടുന്ന അഴയാണ്, ആ അഴയിൽ വന്ന് കാറ്റും കൊണ്ടിരിക്കണതാണ് പാവങ്ങൾ. അത്രയ്ക്ക് ചൂടാണല്ലോ. അപ്പോൾ അവരുടെ കൂട് ദേ ഈ കാണണേട്ടോ. ഈ കൂട് ഞാൻ പഴയ ഒരു വീഡിയോയിൽ ഇവർ ഈ കൂട് ഉണ്ടാക്കണതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിട്ട്, അത്ര കഷ്ടപ്പെട്ടാണ് അവർ ആ കൂട് ഉണ്ടാക്കിയേക്കണത്. അങ്ങനെ അവരും നമ്മളെപ്പോലെ തന്നെ കാറ്റും കൊണ്ടിരിക്കുകയാണ്, ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. ഇതിപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് കറി വെക്കേണ്ടതാട്ടോ. അപ്പോൾ ഇന്ന് കിളിമീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാനും ബാക്കി കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. കറിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു വെറൈറ്റി കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ ടേസ്റ്റിൽ കറി വയ്ക്കണ്ടല്ലോ, ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളിയും വേപ്പിലയും അത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇവിടെ ചോറൊന്ന് റൈസ് കുക്കറിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിൽ ആദ്യമേ തന്നെ ഒരു 2 കാശ്മീരി മുളകും 4 സാധാരണ വറ്റൽമുളകും ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് വേണം ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് ഇടേണ്ട ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ സാധാരണ മുളക് ഇട്ടാലും മതി. അപ്പോൾ കളർ ഇച്ചിരി കുറയുന്നുള്ളൊരു കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 കാശ്മീരി മുളകും 4 വറ്റൽമുളകും ഇട്ട് ചതച്ചു. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ചതച്ച് ഒതുക്കിയെടുത്തതാണ്. ഒരുപാട് അരഞ്ഞു പോകരുത്. നമ്മൾ ഈ ഉള്ളിയും മുളകൊക്കെ ചതച്ചെടുക്കൂലേ, ആ ഒരു രൂപത്തിൽ. എന്നിട്ട് അത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മൂത്ത് കിട്ടണം. അപ്പോൾ ഇത് അവിടെ കിടന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആയിട്ട് ഇടണം. നമ്മൾ ആകെ പൊടിയായിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ, വേറെ പൊടികളൊന്നും ചേർക്കില്ല. ഇത് ഒരു പെരണ്ടിരിക്കുന്ന ഒരു കറിയാട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് തന്നെ കിട്ടണം. അങ്ങനെ ഒട്ടും കാണാൻ പാകത്തിന് കിടക്കണ്ട, ഉടഞ്ഞ് പൊക്കോട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് മീനും നമുക്കിങ്ങനെ കറി വയ്ക്കാം കേട്ടോ. ചെറുമീനുകളാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് അതിലേക്ക് ഒരു കഷ്ണം കൊടംപുളി ഇട്ടിട്ടുണ്ട്, കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ അധികം മുളക് പൊടിയോ അങ്ങനെയൊന്നും നമുക്ക് ഈ വേനലായിട്ട് കഴിക്കണ്ടല്ലോ. ഇത് നല്ലൊരു ടേസ്റ്റും കിട്ടും, അത്രയും മസാലയൊക്കെ ഉള്ളിലേക്ക് കുറച്ച് പോവുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എരിച്ചിൽ പുകച്ചിലൊന്നും എടുക്കില്ല. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വാളൻപുളി പിഴിഞ്ഞ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി വാളൻപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കുടംപുളി തന്നെ കൂടുതലിടാം. പക്ഷേ ഈ കറിക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളത്തിലാണ് ഈ കറി വയ്ക്കണത്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ മീനിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കഷ്ണങ്ങൾ അവിടെ കിടന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും ചാറ് നന്നായിട്ട് കുറുകി ഈ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പെരണ്ട് പിടിച്ചിരിക്കും. ഇതിന് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാനെടുക്കുമ്പോൾ ഇത് വറുത്തതും അല്ല വച്ചതും അല്ലാത്തൊരു രൂപത്തിൽ നല്ല പോലെ മസാലയൊക്കെ പെരണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ മസാല കൂട്ടിയിട്ട് അത് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. നമുക്കതിങ്ങനെ വെറുതെ കഴിക്കാനും തോന്നും, അങ്ങനെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടായി. അപ്പോഴത്തേനും ഞാൻ ചോറ് റെഡിയായിട്ട് അത് ഞാൻ വാർത്തിട്ടിട്ടുണ്ട്. പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു ജ്യൂസ് അടിച്ച് കുടിക്കും, 12 മണിയൊക്കെ ആകുമ്പോൾ, നല്ല ചൂടല്ലേ. ഇപ്പോൾ വൈകുന്നേരവും ജ്യൂസ് തന്നെയാണ് കുടിക്കും ചൂടായിട്ട്. ഇന്ന് ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ആട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് മാത്രം ഞാൻ എടുത്തുകൊണ്ടേ വെച്ചതാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് ജ്യൂസ് അടിച്ചിട്ടുണ്ട്.
ചൂട് ഇന്ന് കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞു അടുത്ത ആഴ്ച തൊട്ട് ചൂട് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടിന് ഒരു കുറവില്ല കേട്ടോ, കൂടുതൽ തന്നെയുള്ളൂ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെടികളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ നനയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ മുല്ലകളിലൊക്കെ നിറയെ പൂടണ സമയമാണെന്ന് തോന്നുന്നു, നിറച്ച് മുല്ലപ്പൂ ഉണ്ടാവുന്നുണ്ട്. വൈകുന്നേരം ഒരു സന്ധ്യ സമയമൊക്കെ ആകുമ്പോൾ ഈ മുട്ടുകൾ ഇങ്ങനെ വിടരാനായിട്ട് നിൽക്കണ ആ ഒരു ടൈമാണ്. നല്ല സ്മെല്ലാണ് അപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരിക്കുമ്പോൾ. ഇപ്പോൾ നിറച്ച് പൂവായിട്ട് ഇപ്പം ഉണ്ട്. ഇനിയിപ്പോൾ തന്നെ അത് കൊഴിഞ്ഞ് ചാടിപ്പോവും കേട്ടോ. ഇത് പിന്നെ ഒരു 3 മാസമെങ്കിലായിട്ടോ ഈ പൂവ് ഇങ്ങനെ നിൽക്കണം. ഇതിപ്പോൾ അങ്ങനെ അവശതയായി, പക്ഷേ ഇത്ര നാളായിട്ട് അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടായില്ല. ഞാൻ ഇതിന് മുമ്പ് അത് കാണിച്ചേണ്ട ഒരു കലാഞ്ചിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.